ഹായ്, എല്ലാവർക്കും നമസ്കാരം. രണ്ടു മൂന്ന് ദിവസങ്ങളായിട്ട് സോഷ്യൽ മീഡിയയിലായാലും മറ്റുള്ള വാർത്താ ചാനലുകളിലായാലും ഒരു വാർത്ത ഇങ്ങനെ ഓടിക്കളിക്കുന്നുണ്ട്. ആരുടെയെന്നറിയോ? നമ്മുടെ വിനായകൻ. കാരണം വിനായകൻ കൊല്ലത്തൊരു ഹോട്ടലിൽ കയറിയിട്ട് ബഹളം ഉണ്ടാക്കിയതും പോലീസ് സ്റ്റേഷൻ ചെന്നപ്പോൾ പോലീസുകാരെ തുണി പൊന്നിച്ച് കാണിച്ചതും അവിടുത്തെ ലിംഗം പരിശോധിക്കാൻ പറഞ്ഞതൊക്കെ നമുക്ക് ഒരു വാർത്തയായ കാര്യമാണ്. അല്ല, ഈ സിനിമാ നടന്മാർക്ക് എന്താ കൊമ്പുണ്ടോ? പിന്നെ പോലീസുകാരോട് പറയുന്നുണ്ട് ലിംഗം പരിശോധിക്കണം, മറ്റേ പരിശോധിക്കണം. എന്നാൽ പോലീസുകാരെന്താ ലിംഗ ഡോക്ടറാണോ? ഈ ലിംഗത്തിൻ്റെ ഡോക്ടറെ കൊണ്ട് കാണിക്കും. ഇവനെന്താ ലിംഗത്തിന് കംപ്ലയിൻ്റ് ഉണ്ടെങ്കിൽ. അല്ല, ഇവൻ ആരുവാന്നോ ഇവൻ്റെ വിചാരം? ഇവനെ കണ്ടെത്താൻ അറിയാം, ഇവൻ പക്ക ഫ്രോഡാന്നുള്ളത് അറിയാം. പിന്നെ പോലീസുകാരുടെ മുന്നിൽ പോയിട്ട് അവർ അവിടെ പോയിട്ട് ഷൈൻ ചെയ്യേണ്ട കാര്യമുണ്ട്. പോലീസുകാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോലീസുകാർ നിയമം നടപ്പാക്കുന്നവരാണ്. പോലീസുകാരെന്നിട്ട് നോക്കുകുത്തികളായിട്ട് നോക്കിക്കുക, സാറെന്ന് വിളിച്ചിട്ട്. ഇവരെയൊക്കെ സാറെന്ന് വിളിക്കുന്ന കാര്യമില്ല. സാറെന്ന് വിളിക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ പോലീസുകാർ, എക്സൈസുകാർ, വിജിലൻസ് അങ്ങനെയുള്ള ആളുകൾക്കാണ് ഈ സാറെന്ന് വിളിക്കുന്നത്. ഈ സിനിമാ നടൻ, ഈ മുക്കാച്ചക്രത്തിന് ചരക്കം നടക്കുന്ന ഇവൻ ഈ സിനിമാ നടനെയൊക്കെ ഈ സാറെന്ന് വിളിക്കുന്നത് യാതൊരു കാര്യമില്ല. ഒരു സിനിമാ നടനെയും ഈ സാറെന്ന് വിളിക്കുന്ന കാര്യമില്ല. അവരുടെ പേരെന്താണെന്ന് വെച്ചാൽ ആ പേര് നമ്മുടെ പ്രായത്തിനുള്ള അനുസരിച്ചുള്ള നമ്മുടെ സമപ്രായക്കാരാണെന്നുണ്ടെങ്കിൽ ആ പേര് വിളിക്കുക. അതായത് നമ്മളെക്കാളും വയസ്സിന് കൂടുതലാണെന്ന് മൂത്തവരാണെന്നുണ്ടെങ്കിൽ അവരെ ചേട്ടാന്നോ പെണ്ണുങ്ങളാണ് ചേച്ചിന്ന് വിളിക്കുക. അത്രത്തിനെ അതിൻ്റെ ആവശ്യമുള്ളൂ. ഇവനൊന്നും സാറെന്ന് വിളിച്ചിട്ട് യാതൊരു കാര്യമില്ല. ഇതെല്ലാ ജനങ്ങളോടും ഞാൻ പറയുകയാണ്. ഇവൻ ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് വിവാദമായി. ആ ഉമ്മൻചാണ്ടി, നമ്മുടെ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി മരിച്ച അന്ന് മുതൽ തുടങ്ങിയ ഇവൻ അസുഖം. അതിന് മുന്നേ ഇവൻ്റെ അസുഖമൊന്നും ഞാൻ കണ്ടിട്ടില്ല. ഞാൻ പുറത്ത് വേറെ ഉണ്ടോയെന്നുള്ള അറിയില്ല. ഇവരെ ഭയങ്കര സൂക്കേടുകാരാണ്. ഇവരെ ശരിക്കും ഇവനെ കൈയും കാലും തച്ചോടിച്ച് എവിടെയെങ്കിലും മൂലക്കിട്ടുകൊണ്ട് ഇവനെ ചിലവിന് കൊടുക്കുകയാണ് വേണ്ടത്. അല്ല, പറയുകയല്ല, ഇതൊക്കെ പറയിപ്പിക്കുകയാണ് ചെയ്യേണ്ടത്. ഇവൻ സോഷ്യൽ മീഡിയയിൽ കൂടി കിടത്തുമ്പോൾ ഇവൻ എന്ത് പോക്കറ്റ് ചെയ്തതിൽ ആരും ഒന്നും പറയില്ല. അല്ല, കറുത്തവനാണ്, താഴ്ന്ന ജാതിക്കാരനെന്നുള്ള രീതിയിൽ അവൻ ഇങ്ങനെ കിടന്ന് വിലസുകയാണ്. കാരണം വെച്ചാൽ അവനെ ആൾക്കാർ ഒറ്റപ്പെടുത്തുകയാണ്, വില കുറഞ്ഞ രീതിക്കാണ്. അവനവൻ്റെ വില അവനവൻ കളയാതിരിക്കുന്ന സുഹൃത്തെ. താനൊരു സിനിമ നടനെ, തനിക്ക് ലേശം സംസ്കാരമില്ല, കലാകാരനല്ലേ. കലാകാരന്മാർക്ക് ആർക്കും കൊമ്പൊന്നുമില്ല. അപ്പോൾ സിനിമയായാലും നാടകമായാലും എല്ലാതും ഈ കലാകാരന്മാർ തന്നെയാണ്. അല്ലാതെ നിങ്ങൾ മാത്രം ഈ സിനിമാ നടന്മാരല്ല കലാകാരന്മാർ. എല്ലാവരും നാടകം അഭിനയിക്കുന്നവരും പാട്ട് പാടുന്നവരും ഒക്കെ ഈ കലാകാരന്മാരാണ്. അറിയുമോ? നിങ്ങൾക്ക് മാത്രം ഒരു കൊമ്പിൻ്റെ കാര്യം എന്താ? കൊമ്പില്ല, മനസ്സിലായില്ലേ? നിങ്ങളാരാന്നല്ല നിങ്ങളെ വിചാരം. നിങ്ങൾക്ക് ഫ്ലാറ്റുണ്ട്, മറ്റുണ്ട്, മറിച്ചുണ്ട്. അവിടെ കയറിയിട്ട് ഇതിന് മുന്നേ നിങ്ങൾ പെണ്ണുങ്ങളെ തുണി പൊന്തിച്ച് കാണിച്ചാൽ നിനക്ക് നിൻ്റെ സൂക്കടക്കം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാലുണ്ടല്ലോ, അതിനുള്ള അസുഖം, അതിനുള്ള മരുന്നുകൾ വേറെ ഉണ്ട്. നല്ല ചുട്ടപ്പട കിട്ടാത്തതിൻ്റെ കുഴപ്പമാണ്. നിന്നെയൊക്കെ പോലീസുകാരായാലും മറ്റവരെ ആയാലും നിന്നെയൊക്കെ ഇങ്ങനെ താങ്ങിക്കൊണ്ട് നടക്കുന്നുണ്ട്. സിനിമ നടന്നെ സൂപ്പർ സ്റ്റാറാണ്, മറിച്ചതാണ്. നീയൊക്കെ ആരാന്നുള്ളത് നിൻ്റെ വിചാരം. പൊതുജനങ്ങൾക്ക് ജീവിക്കരുത്. ഇപ്പോൾ സാധാരണ ഒരു മനുഷ്യനാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ അവൻ്റെ പേരിൽ ആക്ഷൻ എടുത്തിട്ടുണ്ടാകും, നടപടി എടുത്തിട്ടുണ്ടാവും. ഇതെന്താ നിൻ്റെ പേരിൽ ആരും നടപടി എടുക്കുന്നത്? നിനക്ക് കാശുണ്ടോ? അതോ നീ കാശ് കൊടുത്ത് പോലീസുകാരെ ഒതുക്കുന്നുണ്ടോ? ഇതൊന്നും നടക്കില്ല. ഇതൊന്നും ജനങ്ങൾ അംഗീകരിച്ച് തരില്ല. കാരണം ഇങ്ങനെ നീന്നല്ല, നിന്നെപ്പോലെ ഉപദ്രവം ഉണ്ടാക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. ഇപ്പോൾ ഷൈൻ ടൗൺ ചാക്കോൻ്റെ കാര്യമൊക്കെ അറിയാമല്ലോ. ഹോട്ടലിൽ നിന്ന് ഇറങ്ങി ഓടിയവരൊക്കെ നമുക്കറിയാം. ഇതൊക്കെ പിന്നെ നമ്മൾ പറയാത്തതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനൊന്നും സമയം കിട്ടുന്നില്ല. പിന്നെ ഇതൊക്കെ പറയാണ്ടിരുന്ന് കഴിഞ്ഞാൽ പിന്നെ ഇത് ആവർത്തിക്കുകയുള്ളൂ. ഇപ്പോൾ എല്ലാ സോഷ്യൽ മീഡിയയിലും ഉണ്ടല്ലോ അത്. ഞാനൊരാൾ മാത്രം പറയുന്നതല്ല. അല്ല, ഞാൻ ഈ നിയമപാലകരോട് പോലീസുകാരോടൊക്കെ പറയാൻ എനിക്കുള്ളതെന്ന് വെച്ചാൽ, നിങ്ങൾ പോലീസുകാരുടെ ആക്ഷൻ ആ രീതി എടുക്കുക. നിങ്ങൾ ഗൾഫിലെ നിയമമൊക്കെ ഇവിടെ ശരിക്കും കൊണ്ടുവരികയാണ് വേണ്ടിയത്. ഇങ്ങനെയുള്ളവനൊന്നും ഭൂമിക്ക് മേലെ ജീവിച്ചിരിക്കാൻ പാടില്ല. അങ്ങനത്തെ ഒരു നിയമം കൊണ്ടുവരണം. ഇവനൊക്കെ അപ്പോഴേ ഷൂട്ട് ചെയ്യണം. പോക്കിരിത്തരം കടക്കുന്നു. ഹോട്ടലിലും ബാറിലും കടിയുണ്ടാവും. പക്ഷേ ഇവനെന്താ ചെയ്യുന്നത്? ഇവനെന്താ കാര്യം എന്താണ്? ഹോട്ടലിൽ കയറി ഷൈൻ ചെയ്യുക. ഇവൻ ന്യൂസൊക്കെ ഞാൻ കേട്ടതാണ്. ഫുള്ള് ന്യൂസ് കേൾക്കാൻ എനിക്ക് സമയം കിട്ടിയില്ല. ഒന്ന് ഓടിച്ചു നോക്കാൻ പറ്റില്ല, സമയം കിട്ടുന്നില്ല. നമുക്ക് ജോലി തിരക്കുണ്ട്. പക്ഷേ ഇതൊന്നും പറയാതിരിക്കാൻ പറ്റില്ല. ഇവരൊക്കെ അറസ്റ്റ് ചെയ്തെന്നും പറഞ്ഞ് ഇന്നലെ വാർത്ത കണ്ടു. അതൊന്നും ശരിക്കും നോക്കാൻ പറ്റിയിട്ടില്ല. അറസ്റ്റ് ചെയ്ത് കിട്ടിയിട്ട് എന്താ കാര്യം? അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞൊരു 10 മണിക്കൂർ, ഒരു 2 മണിക്കൂറോ 3 മണിക്കൂറോ സ്റ്റേഷനിൽ നിർത്തിയിട്ട് പിന്നെയും തുറന്നു വിടും. പിന്നെ ഇവനെ ഇതുപോലെ തന്നെ ചെയ്യും. ഇതുപോലെ ഇവൻ ചെയ്യുന്നമാര് പോലെ തന്നെ ആരും ചെയ്തിട്ടില്ല ഇതുവരെ. പിന്നെ ഉള്ള ഷൈൻ ടോൺ ചാക്കൻ്റെ കാര്യം. ഇവനും ഷൈൻ ടോൺ ചാക്കൊക്കെ ഏകദേശം ഒരു കലപ്പെ കെട്ടി വലിക്കാൻ പറ്റും.
കാരണം ഇവനൊക്കെ നിർത്തേണ്ട അടുത്ത് നിർത്തണം. അതല്ലാന്നുണ്ടെങ്കിൽ ഇവ പൊതുജനങ്ങളുടെയൊക്കെ തോളെ കയറി നിരങ്ങുന്ന ഒരു കാലം വരും. ഇവൻ എന്തും പറയാം, എന്ത് ലൈസൻസ് ഉണ്ട്, ഇവൻ എന്ത് സാറാണ്. സാറെന്ന് വിളിക്കുക, ഞാൻ പറഞ്ഞില്ല, സാറെന്ന് വിളിക്കാൻ അധികാരപ്പെട്ടവരെ വിളിക്കുക. പോലീസുകാരെ, എക്സൈസുകാരെ, വിജിലൻസ്, കസ്റ്റംസ്, അല്ലെ മറ്റുള്ള ഗവൺമെൻറ് ഉദ്യോഗസ്ഥന്മാരെ, ഇങ്ങനെയുള്ളവരൊക്കെയാണ് സാറന്മാർ. അല്ല, ഇവനൊന്നും മോളിക്ക് ജീവിക്കാൻ അനുവദിക്കരുത്. മനസ്സിലായില്ലേ? ഇത് പറയുമ്പോൾ കുറേ വിഷമമുണ്ട് ഇത്. കാരണം ഇവരൊക്കെ ഈ കാട്ടിക്കൂട്ടുന്ന പേക്കൂത്തുകൾ എന്തൊക്കെയാണ്. ഞാൻ കുറച്ച് കൂടി പറഞ്ഞു കഴിഞ്ഞാൽ ശേഷം കൂടിപ്പോകും. ഞാനിവിടെ നിർത്തുവാണ്. ശരി എന്നാലും ഓക്കെ.